ഞാൻ അജീഷ്. യു കെയിലെ പുതിയ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലീഡ്സിലെ തറവാട് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ചെറിയ ചെറിയ ഗൃഹാതിർത്തങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഭക്ഷണത്തിനോടൊപ്പം നമ്മുടെ നാടിൻ്റെ തനിമ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തറവാട് റെസ്റ്റോറൻറ്റ്, നമ്മുടെ ലീഡ്സിലുള്ള തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ സാരഥികളെയാണ്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, തറവാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് തുടങ്ങാനുള്ള കാരണം എന്താണ്? ലീഡ്സിൽ ഇങ്ങനെ ഒരു തറവാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? അതിനു മുമ്പ് നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടാം. മനു, അജിത്, ഞാൻ സിബി, രാജേഷ് ആൻഡ് പ്രകാശ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സ് ഫോർ എ ലോങ് ടൈം. ദെൻ അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് നമ്മുടേത് സ്വന്തമായിട്ടൊരു പരിപാടി തുടങ്ങാനുള്ളൊരു പ്ലാൻ ഇങ്ങനെ മനസ്സിൽ ഇട്ടു. അപ്പം ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തു, ഞങ്ങൾ പല സ്ഥലങ്ങൾ നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലീഡ്സിൽ കേരള റെസ്റ്റോറൻറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി. ഞങ്ങൾ അന്ന് എല്ലാവരും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ കേരള റെസ്റ്റോറൻറ്റ് അങ്ങനെയാണെങ്കിൽ ലീഡ്സിൽ തുടങ്ങിയേക്കാം, അത് ഒരു നല്ല സംരംഭമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ലീഡ്സിൽ വന്നു, റെസ്റ്റോറൻറ്റ് തുടങ്ങി. അതാണ് അതിൻ്റെ തുടക്കം. ഈ തറവാട് എന്ന് പറഞ്ഞ ഒരു പേര് കേൾക്കുമ്പോൾ ശരിക്കും ഒരു നോസ്റ്റാൾജിക് ഫീലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുഡിലും അതിലത്രയും പ്രത്യേകതകൾ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ മീൻകറി ഉണ്ടാക്കുന്നത് കുടംപുളി ഇട്ടിട്ട് നല്ല രീതിയിൽ നാട്ടിൽ. പക്ഷേ നമ്മൾ ഇവിടുത്തെ സ്റ്റൈലിൽ ഇവിടുത്തെ കൾച്ചറായിട്ട് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡെസേർട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ. പക്ഷേ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ അമ്മച്ചിമാരുണ്ടാക്കുന്ന അതേ ക്വാളിറ്റിയിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റ് വന്നിട്ട് സെലിബ്രിറ്റികളുടെ ഒരു സ്പോട്ടാണെന്ന് കേട്ടല്ലോ. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയൊക്കെ വന്ന് വളരെയധികം ഞെട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു സ്റ്റോറി? അത് മാത്രം സത്യമായിട്ട് ഒരു ഗ്രേറ്റ് മൂമെൻ്റ് ആയിരുന്നു നമുക്ക്. വിരാട് കോഹ്ലി കൊണ്ടുവന്നത് സഞ്ജു സാംസൺ. അപ്പോൾ പുള്ളിക്കാണ് നമ്മ നമസ്കാരം പറയണം. പുള്ളിയാണ് ഇൻട്രൊഡ്യൂസ് കോഹ്ലി 2014. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് തുറന്നിട്ട് ഒരു 6 മാസത്തെ സമയമാണ്. ആ സമയത്ത് പുള്ളി വന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയോട് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ക്രിക്കറ്റ് ടീമിൻ്റെ ആൾക്കാർ വന്നായിരുന്നു. പോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞിട്ട് പോയി, അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് അനുഷ്ക കൂട്ടിക്കൊണ്ടുവരാം പറഞ്ഞിട്ട് ആ പുള്ളി പോയത്. അൺഫോർച്ചുനേറ്റ്ലി സഞ്ജു സാംസൺ വരാൻ പറ്റില്ല. പക്ഷേ പുള്ളി വന്നു, അനുഷ്ക ശർമ്മയും വന്നായിരുന്നു. വന്നിട്ട് ഡോറിൽ നിന്നിട്ട് ഞാൻ അവിടെ തന്നെ റിസർവേഷൻ കൗണ്ടറിലായിരുന്നു. പുള്ളി ഡോർ തുറന്നിട്ട് എന്നോട് പറയാം, പ്രകാശ്, ഐ ടോൾഡ് യു ഐ ആം ഹിയർ. ഞാൻ പുള്ളി എൻ്റെ ശരീരം ഇങ്ങനെ നടങ്ങാൻ തുടങ്ങി. അപ്പോൾ ഫുൾ ഞാൻ വിശ്വസിച്ചില്ല. പുള്ളി വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് എന്നോട് പറയുവാൻ. പക്ഷെ ആ ഒരു മൂമെൻറ്റാണ് സ്റ്റിൽ ഐ ക്യാൻ റിമെമ്പർ ദാറ്റ് ഫേസ്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നമ്മുടെ ഒരു കമ്പനി ആയിപ്പോയി. ലാസ്റ്റ് 2021 ആയിരിക്കും ടെസ്റ്റ് ടീമുണ്ട്. അപ്പോൾ 10 ദിവസം നമ്മൾ അവരുടെ കൂടായിരുന്നു. ഞാനും മനും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പോയിട്ട് അവർ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു ഫുൾ ടീമിക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അവർക്ക് ഒരു ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇതേ റൂമിലെ 65 പേർ ഫുൾ ടീമിൻ്റെ ആൾക്കാരായിരുന്നു, അലോങ് വിത്ത് സപ്പോർട്ട് സ്റ്റാഫിംഗ് എല്ലാവരും. അപ്പോൾ നമുക്കൊരു ആ ബന്ധം ഉണ്ടാക്കി ഭയങ്കര. ഇപ്പോൾ കുറേ ആൾക്കാർ സ്റ്റിൽ ആൻഡ് മെസ്സേജിങ് പീപ്പിൾ ലൈക്ക് KL Rahul is become very pet. രഘു പറഞ്ഞിട്ടൊരു സപ്പോർട്ട് ടീമാണ്. അവരുടെ കൂടെ നല്ല ഒരു ബന്ധത്തിലുണ്ട്. രവിശാസ്ത്രി ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഹോളിവുഡ് ഫിലിം സ്റ്റാർസ്, മിഷൻ ഇമ്പോസിബിളിന്റെ സൈമൺ പെഗും ക്രിസ്റ്റഫർ ലോയിഡ്, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഇവിടെ എല്ലാവിടെയും നമ്മുടെ കേരളം കാണാലോ. എന്താണ് ഈ ചുവർച്ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത? ഇതൊരു സിംഗിൾ മാപ്പാണ്, കേരളത്തിൻ്റെ ഫുൾ മാപ്പ്. ഞാൻ 14 ജില്ലയും അതിൻ്റെ ഓരോ ജില്ലയിലും അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കസ്റ്റമർ ഇത് കണ്ടു കഴിയുമ്പോൾ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, അവർക്ക് ഐഡിയയും കിട്ടും. ഇനി പോകേണ്ടവർക്ക് അല്ല, ഇവിടെ ഒരു 90% ഇംഗ്ലീഷ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു സ്പോട്ട് പോയപ്പോൾ അവർ റീകളക്ട് ചെയ്യും. ഞാൻ തിരുവനന്തപുരം പോയിട്ടുണ്ട്, ഇത് തൃശ്ശൂർ പോയിട്ടുണ്ട്,
ജസ്റ്റ് ആ ഒരു മെമ്മറീസിന് വേണ്ടിയാണ്. ഇവിടെ വരുന്ന ഒരു 50 to 60% കസ്റ്റമേഴ്സും കേരളത്തിൽ പോയിട്ടുള്ളവരാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ശരിക്കും ഒരു കുരിശിൻ്റെ വഴി പോലെ 14 സ്ഥലങ്ങൾ നടന്ന് കണ്ട് അവരുടെ പഴയ മെമ്മറീസ് ഇങ്ങനെ തിരിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ, ഞങ്ങളെ വിളിക്കും ഇടയ്ക്ക്, ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ ഫോട്ടോ കാണിക്കുക, എന്നിട്ട് അവർ പറയും ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അന്ന് അവിടെ പോയപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മസാല ദോശയായിരുന്നു ഇനി ഞാൻ കഴിച്ചത് എന്നൊക്കെയുള്ള മെമ്മറീസ് അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പം എന്നിട്ട് അവർ അവരുടെ കൂട്ടത്തിലിരിക്കുന്നവർക്ക് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഞാൻ കേരളത്തിൽ പോയപ്പം ഞാൻ അത് കണ്ടു, പല സ്ഥലങ്ങളിൽ പോയി, അവിടുത്തെ ഫുഡ് ഇങ്ങനെയായിരുന്നു, മീൻകറി. ഞങ്ങൾക്ക് ഒത്തിരി കമൻറ്റ് കിട്ടിയിട്ടുണ്ട്, നാട്ടിലേക്ക് കഴിഞ്ഞ് നല്ല മീൻകറി ഇവിടെ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാരണം അവർ ചിലപ്പം ഓരോ സ്ഥലത്തു നിന്ന് കഴിക്കുന്നതനുസരിച്ച് വ്യത്യാസമുണ്ടല്ലോ, ഓരോ ഫിഷ് കറിക്കും നമ്മുടെ നാട്ടിലെ സ്ഥലം മാറുന്നതനുസരിച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ ഇപ്പോൾ ആൾക്കാരുടെ ഒത്തിരി കമൻസ്, അതായത് മെമ്മറീസ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ഒരു പരിപാടി ശരിക്കും നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് കിട്ടിയ റിവ്യൂസും ആൾക്കാർ വിസിറ്റ് ചെയ്ത സെലിബ്രിറ്റീസിൻ്റെ സിഗ്നേച്ചർ, അതുപോലെ നമ്മുടെ UK ഒത്തിരി റെസ്റ്റോറൻറ്റ് ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ അത് മിഷ്ലിൻ ഗൈഡ്, ഹാർഡൻസ് റെസ്റ്റോറൻറ്റ് ഗൈഡ്, ഗുഡ് ഫുഡ് ഗൈഡ്, അങ്ങനെ ഒത്തിരി ഭയങ്കര, അതായത് ഫുഡീസിൻ്റെ ബൈബിൾ എന്ന് പറയും ഇതിനെയൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം നമ്മുടെ പേര് വന്ന് എല്ലാ വർഷവും നമ്മുടെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കോപ്പീസ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇത് ആൻഡ്രൂ ലിങ്കൻ, ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ ആക്ടറാണ്. പുള്ളി കേരളത്തിൽ പോയിട്ട് പുള്ളി തിരിച്ചു വന്നപ്പം നെക്സ്റ്റ് ഡേ പുള്ളിയുടെ പേരൻസിനെയും കൂട്ടി നമ്മുടെ നാട്ടിലെ ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പുള്ളി നേരെ ഇവിടെ വന്ന് നമ്മുടെ മസാല ദോശ കഴിച്ചു. പുള്ളി അന്ന് സൈൻ ചെയ്ത ഒരു പ്ലേറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി മെമ്മറീസ് നമുക്ക് ഉണ്ട്. അത് ഒത്തിരി അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 2014 നമ്മൾ തുടങ്ങിയ വർഷം തന്നെ, അതായത് മിഷ്ലിൻ ഗൈഡാണ് UK ഏറ്റവും വലിയ ഫുഡി ഗൈഡ്, ഫുഡി ബൈബിൾ എന്നാണ് അത് പറയപ്പെടുന്നത്. ആ ഗൈഡിൽ നമുക്ക് തുടങ്ങിയ വർഷം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ പേര് ഇൻക്ലൂഡ് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. അതുപോലെ ഹാർഡൻസ് ഗൈഡ്, ഗുഡ് ഫുഡ് ഗൈഡ്, അങ്ങനെ എല്ലാം എത്ര ഗൈഡുണ്ടോ അതിലെല്ലാം നമ്മുടെ പേരുണ്ട്. നമ്മൾ ആകെപ്പാടെയുള്ള ഒരേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ലീഡ്സിൽ നിന്നുള്ളത് നമ്മളാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് തറവാടിൻ്റെ ഭക്ഷണ വിശേഷങ്ങളുമാണ്. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഫ്രം അജി.